ശ്രീ റോണി ബേബി, ഇവിടെ കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര വിഷയമല്ല സഭയിൽ രാഹുൽ വരണമോ വരേണ്ടതില്ലയോ എന്നത്. കാരണം അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് നിയമസഭയിലേക്ക് അയച്ച ഒരു പ്രതിനിധിയാണ്. ആ പ്രതിനിധി സഭയിൽ വരണം. പക്ഷേ നിലവിലെ അവസ്ഥയിൽ ഇത്രത്തോളം ആരോപണങ്ങളാണ്, ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങളാണ് രാഹുലിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. നിയമപരമായി ആരും പരാതി നൽകിയിട്ടില്ല എന്നത് ഒരു രക്ഷപ്പെടാനുള്ള ഒരു പഴുതായി കാണാൻ സാധിക്കുമോ? ഇവിടെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സഭയിൽ രാഹുൽ വരണം എന്നുള്ള ചോദ്യം, വരേണ്ടതില്ല എന്നുള്ള ഉത്തരം. അതിനിടയിലാണ് ശ്രീ അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഒരു MLA സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ എന്നുള്ള ചോദ്യം കൂടി പ്രസക്തമാകുന്നത്. ശ്രീ റോണി. ശ്രീ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തില് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച നിലപാട് ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം വളരെ നല്ല രീതിയിൽ തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം കേരളത്തിലോ അല്ല ഇന്ത്യയിലോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതുപോലെ ഒരു തീരുമാനം എടുത്തതിന്റെ ചരിത്രമില്ല, കീഴ്വഴക്കമില്ല. ഇന്ന് കോൺഗ്രസിനെ വിമർശിക്കുന്ന ഇടതുപക്ഷമായിക്കോട്ടെ BJP ആയിക്കോട്ടെ, അവർക്കാർക്കും തങ്ങളുടെ നേതാക്കൾക്കെതിരെ ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അവർക്കെതിരെ ആരോപണങ്ങൾ മാത്രമല്ല, കേസുകളുണ്ടായി, FIR ഉണ്ടായി, ചാർജ് ഷീറ്റ് ഉണ്ടായി, വിചാരണ നടപടികളുണ്ടായി. എന്നിട്ട് പോലും ആ നേതാക്കളെ സംരക്ഷിച്ച പാരമ്പര്യമാണ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളത്. പക്ഷെ ഇവിടെ കോൺഗ്രസ് ആരോപണം ഉയർന്ന ആ ഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഇവിടെ BJPയുടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ശ്രീ VD സതീശൻ ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടാണ് അദ്ദേഹം തീരുമാനം എടുക്കുന്നത് വിമർശിച്ചു. ഒരിക്കലുമല്ല. 24 മണിക്കൂർ അകം തന്നെ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമായി തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞങ്ങൾ പാർട്ടി ഇതിനകത്ത് മാതൃകാപരമായ നടപടി സ്വീകരിക്കും. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എടുക്കാവുന്ന മാതൃകാപരമായ തീരുമാനം. അല്ലാതെ ഞങ്ങൾ പാർട്ടി കോടതി പരിശോധിക്കട്ടെ, പീഡനത്തിന്റെ തീവ്രത പരിശോധിക്കട്ടെ, അതിന്റെ സ്കെയിലെത്രയാണ്. പക്ഷെ അവിടെയാണ് ശ്രീ റോണി, ഇവിടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും പുറത്താക്കുന്നു. പക്ഷെ അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. MLA സ്ഥാനം രാജിവെക്കാൻ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല? കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാവുന്ന ഒരു പരമാവധി തീരുമാനമുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടി എടുത്തു കഴിഞ്ഞു. ഇനിയും തീരുമാനം എടുക്കേണ്ടത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടമാണ്. അദ്ദേഹത്തിന്റെ മനസാക്ഷി അനുസരിച്ച്, അദ്ദേഹത്തിന്റെ ധാർമ്മികത അനുസരിച്ച് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അതിന്റെ അകത്ത് ഇമ്പോസ് ചെയ്യാനുള്ള അവകാശം ഒരു രാഷ്ട്രീയ പാർട്ടിക്കില്ല. കാരണം ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ, ഒരു റെപ്രസെന്റേറ്റീവ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനങ്ങളുടെ പ്രതിനിധിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് അടിച്ചൊരു തീരുമാനം അദ്ദേഹത്തിന് മേലെ ചുമത്താനായിട്ട് കഴിയില്ല. താങ്കൾ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾക്ക് പോകാനായിട്ട് കഴിയില്ല. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞില്ല. ഇവിടെ ചോദിക്കുന്നത് എന്താ, നാളെ രാഹുൽ മാങ്കൂട്ടം സഭയിൽ വരരുത് എന്ന് കോൺഗ്രസ് നിർദ്ദേശിക്കണം. ഞങ്ങൾക്ക് എങ്ങനെ നിർദ്ദേശിക്കാൻ കഴിയും? രാഹുൽ മാങ്കൂട്ടം സഭയിൽ വരണമെന്ന് നിർദ്ദേശിക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ? അദ്ദേഹം വരരുത് എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയുമോ? കാരണം ഞങ്ങളുടെ ഭാഗമല്ല അദ്ദേഹം. നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തോട് പറയുകയാണ്, നാളെ നിങ്ങൾ സഭയിൽ വരണ്ട എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം പറയാം, അത് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശമുണ്ട്? നിങ്ങളല്ല ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്, നിങ്ങളല്ല ഞങ്ങളെ സസ്പെൻഡ് ചെയ്തത്. ഇത് തന്നെയാണ് തിരിച്ച് പാർട്ടി ഞങ്ങളോട് ചോദിക്കുന്നത്. നടപടി എടുത്തില്ല എന്ന് ചോദിക്കുന്നു. ധോണി, അങ്ങനെയാണെങ്കിൽ ഈ പരാതി പ്രളയം ഉണ്ടാവുകയാണ്, പരാതി പ്രവാഹം ഉണ്ടാവുകയാണ്. എന്തുകൊണ്ട് രാഹുലിനെ തള്ളിപ്പറയുന്നില്ല നേതാക്കൾ? നിങ്ങളുടെ ഭാഗമല്ല എങ്കിൽ ശരിതെറ്റുകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കാമല്ലോ. ഈ തള്ളിപ്പറയെന്ന് പറയുന്നത് ഞാൻ വളരെ കൃത്യമായി പറയട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അങ്ങേക്കറിയാം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പോലെ പാനലിസ്റ്റുകൾക്കറിയാം. ഏതെങ്കിലും ഒരു നേതാവ് രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കണമെന്നോ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതെന്നോ പറഞ്ഞ ഒറ്റ നേതാവുണ്ട്. വളരെ വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞു. APCC പ്രസിഡന്റ് ജനൻ TVയുടെ ചാനലിന്റെ റെപ്രസെന്റേറ്റീവ് ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് KPCC പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞു, 25ഓളം നേതാക്കളുമായി കൂടി ആലോചിച്ചു. ആരാണ് 25ഓളം നേതാക്കൾ? കോൺഗ്രസിലെ രാഷ്ട്രീയ സമിതി അംഗങ്ങൾ. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പരമോന്നത ബോഡി എന്ന് പറയുന്നത് KPCC രാഷ്ട്രീയ സമിതിയാണ്. അതിലെ മുഴുവൻ അംഗങ്ങളുമായി, നിലവിലുള്ള മുഴുവൻ മുൻ KPCC പ്രസിഡന്റുമായി, പ്രതിപക്ഷ നേതാവുമായി കൂടി ആലോചിച്ച് വിത്ത് കൺസെന്റ് ഓഫ് AICC പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള അനുവാദത്തോടെ പാർട്ടി എടുത്ത ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള തീരുമാനം. തീരുമാനം ഞങ്ങൾക്ക് എന്താ എടുക്കാൻ കഴിയുക? ഞങ്ങളുടെ ആരെങ്കിലും മണ്ഡലം പ്രസിഡന്റെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കണമെന്നോ അദ്ദേഹത്തിന് നടപടി എടുക്കരുതെന്നോ ആവശ്യപ്പെട്ടോ ഏതൊക്കെയോ അജ്ഞാത സൈബർ ഹാൻഡിൽ നിന്ന് വരുന്ന ഈവൻ എന്താ BJPക്കാർ പോലും, അല്ലെങ്കിൽ നമുക്കറിയാം മറ്റു എല്ലാ പാർട്ടികളിലും ഉണ്ട് ഇതര പാർട്ടികൾ നുഴഞ്ഞു കയറി ഇതുപോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വ്യാജ പേരുകളിലൊക്കെ.
നമുക്കതൊന്നും ട്രേസ് ചെയ്യാൻ കഴിയില്ല. ആരാണ് അതിന്റെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയില്ല. ആരൊക്കെയോ ഇങ്ങനെ എന്തൊക്കെയോ പബ്ലിക് ഡൊമൈനിൽ സമൂഹ മാധ്യമങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇതാണ് കോൺഗ്രസിന്റെ അഭിപ്രായം എന്ന് ഇവിടെ തെറ്റിദ്ധരിക്കരുത്. വളരെ നിങ്ങൾ ഇത് ശരിക്കും എന്താ ചെയ്യേണ്ടത്? മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിനെ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്രയും കൃത്യമായ ഒരു തീരുമാനം എടുത്ത്. കാരണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടിയാണ്. പബ്ലിക് സ്പേസ് എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടിയാണ്. അവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വളരെ കൃത്യമായിട്ടുള്ള, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയും ആയിക്കോട്ടെ, ഇതുപോലുള്ള ആളുകളെ സംരക്ഷിക്കരുത്. ആരോപണങ്ങൾ, കാരണം ഞാൻ പറഞ്ഞല്ലോ, ആരോപണങ്ങളുടെ വസ്തുതകളിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഇതുപോലും കാരണം ഇവിടെ പരാതിയില്ല, FIR ഇല്ല, ഒരു ചാർജ് ഷീറ്റ് ഇല്ല. കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പുറകെ പറക്കുകയാണ്. ആരെങ്കിലും വരൂ, പരാതി തരൂ. കേരള പോലീസ് അവരുടെ സമ്മർദ്ദങ്ങളെല്ലാം ചെലുത്തിയ, എന്നിട്ട് പോലും ഒരു പരാതി പോലും വന്നിട്ടില്ല. ഈ പരാതിയുമായി ബന്ധപ്പെട്ട ഇടപെടൽ അത് നമുക്ക് പരിശോധിക്കാം.